പ്ലസ് വൺ മക്കളെ, ഇനി നമുക്കുള്ളത് മാത്സ് എക്സാം ആണ്. മാത്സ് എക്സാമിൽ വരാൻ പോകുന്ന 40 മാർക്സിന്റെ പ്രഡിക്ഷനാണ് ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായി വരാൻ പോകുന്ന 40 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് തരാൻ പോകുന്നത്. വേറെ 2 ഗുഡ് ന്യൂസ് ഉണ്ട്. ഫസ്റ്റ് ഗുഡ് ന്യൂസ് മക്കളെ, ഇന്ന് വൈകുന്നേരം 7 മണിക്ക് ഞാൻ ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സൊല്യൂഷനോടെ അതുപോലെ ഫോർമുല എല്ലാം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ 7 മണിക്ക് എല്ലാവരും ലൈവിൽ വരണം. ഒരു 3 മണിക്കൂർ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, പ്ലസ് വൺ മാത്സിലെ ഇന്നേവരെയുള്ള എല്ലാ സിലബസും അടിപൊളിയായിട്ട് പഠിക്കും. ട്രിക്സും ഫോർമുലയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 7 മണിക്ക് വന്നിരിക്കണം, മറക്കരുത്. ഫുൾ മാർക്കിനാണ്. ഓക്കെ, അപ്പം നമുക്ക് 40 മാർക്സ് പ്രഡിക്ഷനിലേക്ക് കിടക്കാം. ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു അടിപൊളി ന്യൂസ് ഉണ്ട്. നോക്കിയേ, നിങ്ങളുടെ എല്ലാ ചാപ്റ്റേഴ്സിനെയും ഷോർട്ട് നോട്ട്സ്, ഒരു പേജിൽ ഫുൾ നോട്ട്സ് ഇങ്ങനെ ഉണ്ടായിരുന്ന അടിപൊളിയല്ലേ. നോക്കിയേ, പ്രത്യേകിച്ച് ലിമിറ്റ്സ് അണ്ടർവേഡീസ് ഇതാ എല്ലാ ഫോർമുലയും ഇവിടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം ലൈവിൽ വരുമ്പോഴായിക്കോട്ടെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ സിമ്പിളാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടും. അപ്പോൾ ഷോർട്ട് നോട്ട്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എപ്പോൾ വെറുതെ തരൂല. നിങ്ങളെല്ലാവരും ഒരു 500 കമൻസ്, ഓക്കെ 500 കമൻസ് വിട്ടെ. ഓക്കെ, എല്ലാവരും എന്താ നോട്ട്സ് വേണമെന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം 500 കമൻറ്റ്സ് കഴിഞ്ഞാൽ തന്നെ വന്നോളൂ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. ഓക്കെ, ഇത് ഡൗൺലോഡ് ചെയ്യാൻ നിങ്ങൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ്. പക്ഷേ കമൻറ്റ്സ് വേണം, മാക്സിമം കമൻറ്റ്സ് വേണം, പിന്നെ ലൈവിൽ വരണം. അപ്പോൾ എല്ലാവരും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എനിക്കറിയാം. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഇട്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എക്സാമിന് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഞാൻ എന്ത് ചെയ്യാം, ആദ്യം തന്നെ സിമ്പിൾ ചാപ്റ്റേഴ്സ് വെച്ച് തുടങ്ങാം. ഓക്കെ, സിമ്പിൾ ചാപ്റ്റേഴ്സ് വെച്ച് തുടങ്ങാം. ആദ്യം തന്നെ നിങ്ങൾക്കറിയാം എല്ലാ ചാപ്റ്റേഴ്സിനും ക്വസ്റ്റ്യൻ വരും. ഒരു ചാപ്റ്ററിന് ക്വസ്റ്റ്യൻ വരാതിരിക്കില്ല. ടേം 2 മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, ടേം 1 ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫസ്റ്റിന് റിലേഷൻ ആൻഡ് ഫംഗ്ഷൻ നിങ്ങൾ മെയിനായിട്ട് പഠിക്കണം. നിങ്ങൾ ഗ്രാഫിൻ്റെ സംഭവം, ഓക്കെ ഗ്രാഫിൻ്റെ സംഭവം, ഓക്കെ റിലേഷനും ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കണം. പിന്നെ ഗ്രാഫിൻ്റെ ഒരു ക്വസ്റ്റൻ എന്താണെങ്കിലും വരും. അപ്പോൾ ഡൊമൈനോ റേഞ്ച് അതിൽ വരും. പിന്നെ ഡൊമൈൻ റേഞ്ചിൽ നിങ്ങൾ ഇതാ ഡൊമൈൻ എങ്ങനെ കണ്ടുപിടിക്കാം, റേഞ്ച് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള ക്വസ്റ്റൻ പഠിക്കണം. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ ആകെ പഠിക്കാനുള്ളത് എന്താണ്, റിലേഷൻ, ഫംഗ്ഷൻ, ഗ്രാഫ്, ഡൊമൈൻ റേഞ്ച്, ഈ 4 കാര്യം പഠിച്ചാൽ കഴിയും. അതിൽ നിങ്ങൾ ഈ 2 ടോപ്പിക്സ് എന്താണെങ്കിലും ക്വസ്റ്റൻ വരുന്ന ഉറപ്പിച്ചോ മക്കളെ. ഇവിടുന്ന് ഒരു 2 മാർക്ക് ക്വസ്റ്റനും ഇവിടുന്ന് ഒരു 3 മാർക്ക് ക്വസ്റ്റനും. ഓക്കെ, റെഡി. ഈ ട്രിഗ്നോമെട്രി ക്വസ്റ്റ്യൻറ്റേക്ക് വരികയാണ്. ഉറപ്പായിട്ട് എല്ലാ വർഷവും എന്നും പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവും മക്കളെ. ഇവിടെ കോമ്പൗണ്ട് ആംഗിൾ ഫോർമുല എന്താണ്, സൈൻ എ പ്ലസ് സൈൻ ബി ഫോർമുല, കോസ് എ പ്ലസ് കോസ് ബി ഫോർമുല പഠിച്ചു വെച്ചോ. ഇതിനുള്ളൊരു ഉഡായ്പ് ഞാൻ പറഞ്ഞു. ടാൻ 4x ആണെങ്കിൽ ഇവിടെ സൈൻ 4x ബൈ കോസ് ഉഡായ്പ് ഉണ്ട്. ഞാൻ വൈകുന്നേരം പറഞ്ഞുതരാം. ഓക്കെ, ഇവിടെ എന്തൊക്കെ ഫോർമുല ഓർത്ത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മക്കളെ സൈൻ 75 ടാൻ 15 അതിൻ്റെ ഒരു ട്രിക്കും ഉണ്ട്. ഓക്കെ, ഈ കൺവേർഷനും സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റനും എന്താണെങ്കിലും വരും. കാരണം ട്രിഗ്നോമെട്രി ഒരു ചെറിയ ക്വസ്റ്റനും ഒരു വലിയ ക്വസ്റ്റനാണ്. വലിയ ക്വസ്റ്റൻ ഇവിടുന്ന് വരും, ചെറിയ ക്വസ്റ്റൻ ഇവിടെ വരും. ഓക്കെ, ഈ ചെറിയ ക്വസ്റ്റനൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇത് പഠിച്ചു പോയാൽ നിങ്ങൾക്ക് സെറ്റ് ആവും. ഓക്കെ, ഇനി മൊത്തം ചാപ്റ്റർ പഠിക്കുമ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇത് പഠിച്ചു പോയിക്കോ. ഓക്കെ, കോംപ്ലക്സ് നമ്പർ ഇസ് വെരി ഈസി. കോംപ്ലക്സ് നമ്പർ എല്ലാവരും അലൻസാർ മക്കൾ എല്ലാവരും ഫുൾ മാർക്ക് മേടിക്കണം. അതിൽ ടഫ് എന്ന് പറയുന്ന സാധനമല്ല. ഫസ്റ്റ് തന്നെ എന്താ 2-3 ഫോർമുലയുള്ള ഈ ചാപ്റ്റർ. അപ്പോൾ നിങ്ങൾ ആ നോട്ട്സ് കിട്ടിയാൽ കിട്ടും. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റ്, ഇൻവേഴ്സ്, മോഡുലസ്, കോൺജുഗേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കോംപ്ലക്സ് നമ്പർ വന്നിട്ട് അതിൻ്റെ കോൺജുഗേറ്റ് നടുക്കത്തെ സിമ്പിൾ പ്ലസ് ആണ് മൈനസ് ആക്കുക. മോഡുലസ് എഴുതാൻ പറഞ്ഞു. അപ്പോൾ എന്താ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ കഴിഞ്ഞു. ഓക്കെ, മൾട്ടിപ്ലിക്കേറ്റ് ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ് z bar by mod z square. അത് നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, ഇനി എക്സ്പ്രസ് ദ കോംപ്ലക്സ് നമ്പർ i raised to 39. ഐ സിംപ്ലിഫിക്കേഷൻ ഉണ്ടാവും. സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാം. ഇതെന്താണ് i raised to 39 എന്ന് പറയുമ്പോൾ 36 + 3 - i ആണ്. അപ്പോൾ 0 - i ആണ് ആൻസർ. അത് സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതുക. എൻ്റെ ആൻസർ സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതിയ മാർക്ക് കിട്ടും. അത്രേ ഉള്ളൂ. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷനിൽ നിങ്ങൾക്ക് ഇതാ കാർഡ്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പഠിക്കണം. കാർഡിൻ്റെ ക്വസ്റ്റ്യൻ ആണ് വരാൻ സാധ്യത. എപ്പോഴും കാർഡ് വരാം, കമ്മിറ്റി ടീം ഫോർമേഷൻ വരാം. ഓക്കെ, ആൻഡ് വേർഡ് അറേഞ്ച്മെൻറ്റ് എനിക്ക് നല്ലൊരു ഉറപ്പാണ് വരും. അത് വരുമ്പം ഒരു കോംപ്ലിക്കേഷൻ കൂടെ ഉണ്ടാവും. അത് ബബിൾസ് ഒരുമിച്ചല്ല, എന്നെ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. പിന്നെ ഒരു കോമ്പിനേഷൻ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ ഇതാ NCR തരും, NPR തരും, നിങ്ങളോട് 6 കണ്ടുപിടിക്കാൻ പറയും. ഓക്കെ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഫോർമുലയിലെല്ലാം ഉണ്ട്, ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തരുന്നത്. ഓക്കെ, ബൈനോമിയൽ തിയറത്തിൽ 2 ക്വസ്റ്റ്യൻ ആണ് വരിക. ഒരെണ്ണം ഒരു എക്സ്പാൻഷൻ, പിന്നെ എത്ര ടേംസ് എന്നുള്ളൂ, അത്രയും ക്വസ്റ്റ്യൻ വരുള്ളൂ. എക്സ്പാൻഷനും ടേംസിൻ്റെ ക്വസ്റ്റ്യൻ വരുള്ളൂ. എക്സ്പാൻഷൻ ഒന്ന് ബേസിക്കലി പഠിക്കുക. മൈനസ് എന്ന് പറഞ്ഞുള്ള ട്രിക്കൊക്കെ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ആൻസർ എന്താ 40√6 നമ്മൾ എത്ര പ്രാവശ്യം ക്വസ്റ്റ്യൻ ചെയ്തത്. ഓക്കെ, സീക്വൻസ് ആൻഡ് സീരീസിൽ നിങ്ങൾ ഉറപ്പായും പഠിച്ചുകൊണ്ടത് ബേസിക് ഫോർമുല പഠിക്കുക. ഈ പാറ്റേൺ ക്വസ്റ്റ്യൻ, എല്ലാ വർഷവും ഈ പാറ്റേൺ ക്വസ്റ്റ്യൻ വരും. ഓക്കെ, അത് മേഘാമിസ് നല്ല സുന്ദരമായിട്ട് പഠിപ്പിച്ചു തന്നോളൂ. പാറ്റേൺ ക്വസ്റ്റ്യൻ പഠിച്ചു പോകണം. ഓക്കെ, അതിന് ഒരേ ഒരു ഒരു 4/9 + n² ഒരു ഫോർമുല ഉണ്ട്. അത് അവസാനം ആൻസറേ വരുള്ളൂ. അത് പഠിച്ചു വയ്ക്കും. സ്ട്രെയിറ്റ് ലൈൻസിൽ ഉറപ്പായിട്ടും വരുന്ന ടോപ്പിക് എന്താണ് മക്കളെ, ഇവിടെ ഒരു ജനറൽ ഫോമിൽ വന്നിട്ട് അതിനെ സ്ലോപ്പ് ഇൻ്റർസെപ്റ്റോ അല്ലെങ്കിൽ എന്താണ് ഇൻ്റർസെപ്റ്റ് ഫോമിലേക്ക് ആക്കാൻ പറയും. കൺവേർഷൻ ഇവൻ എവിടേക്കോ അല്ലെങ്കിൽ ഇവനെ ഇങ്ങോട്ടോ ആക്കാൻ പറയും. അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇൻ്റർസെപ്റ്റ് ഫോമിൽ എന്താ പ്രത്യേകത, റൈറ്റ് സൈഡിൽ 1. സ്ലോപ്പ് ഇൻ്റർസെപ്റ്റിൽ എന്താണ് പ്രത്യേകത, y തന്നെ. അത്രയും മതി. അങ്ങനെ ആക്കിയ ആൻസർ കിട്ടി. പിന്നെ സ്ലോപ്പൊക്കെ കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ. പിന്നെ കുറച്ച് ഫോർമുല ഉണ്ട് കേട്ടോ. ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ്, ഡിസ്റ്റൻസ് ഫ്രം ലൈൻ ടു പോയിന്റ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പാരലൽ ലൈൻസ്, അതൊക്കെ ഞാൻ നോട്ട്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, ലൈക്കും കൂടി ചെയ്യുക. കമോൺ. പിന്നെ എലിപ്സ്, കോണിക് സെക്ഷനിൽ 4 ഷേപ്പ് ഉള്ളത്. സർക്കിൾസ് നിങ്ങൾ SSLCയിലും 10th പഠിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം നിങ്ങൾ ആൻസർ ചെയ്തോളൂ. പിന്നെ എലിപ്സും പാരബോള എന്താണെങ്കിലും എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഹൈപ്പർബോള
പറ്റുമെങ്കിൽ പഠിക്കാം. എലിപ്സ് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, പാരബോൾ ഉറപ്പിച്ച് പറയുകയാണ്, വരണം പഠിക്കണം എന്താണ്. ഇനി ഹൈപ്പർബോൾ നിങ്ങൾക്ക് ഇനി ബുദ്ധിമുട്ടാണ്, അത് വിട്ടോ, ഇതാണ് കൂടുതൽ ചാൻസ് ഉറപ്പായിട്ടും വരും. ഓക്കെ, ഹൈപ്പർബോൾ ഞാൻ വൈകുന്നേരം പഠിപ്പിക്കും. ഓക്കെ, ഇനി ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് വരുമ്പോൾ ഇതാണ് എല്ലാവർക്കും സാർ ലിമിറ്റ്സ് എന്ത് ക്വസ്റ്റനാണ് വരിക, ലിമിറ്റ്സ് ടഫാണ്, ലിമിറ്റ്സ് അയ്യോ സാറേ എന്നെ കൊല്ലുന്ന ചാപ്റ്ററാണ്. ലിമിറ്റ്സിൽ എല്ലാ വർഷവും ഏകദേശം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ടഫാണ് സംഭവം, ഞാൻ സമ്മതിച്ചു, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ആണ് സംഭവം ടഫാന്ന് ഞാൻ പറഞ്ഞു, 3 മാർക്ക് ഞാൻ ചോദിക്കും. പക്ഷേ രസകരമായ കാര്യം എന്താ, ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ലോകത്തുള്ളൂ. സൈൻ എക്സ്, കോസ് എക്സ്, ഓക്കെ, ടാൻ എക്സ്, ഓക്കെ, എക്സ് സ്ക്വയർ, 1/x, റൂട്ട് എക്സ്, ഇന്നേ വരെ ഇത്രയും ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ ഫസ്റ്റ് പ്രിൻസിപ്പിൾസേ ചോദിച്ചിട്ടുള്ളൂ. അപ്പം നിങ്ങൾക്കൊരു ബോണസ് ആയിട്ട് ഞാൻ എൻ്റെ ആൻസർ കീ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ, ദിസ് ഈസ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ. ഇതിൽ കൊണ്ടുപോയിട്ട് ആ ഫംഗ്ഷൻ ഇട്ടാൽ മതി. കോസും സൈനും ടാനും ആകുമ്പോൾ എന്താ ഒരു പ്രശ്നം, ആകെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിൽ സൈൻ ഓഫ് എക്സ് പ്ലസ് വൈ, കോസ് ഓഫ് എക്സ് പ്ലസ് വൈ, ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ ഫോർമുല പഠിക്കണം. അത് ഞാൻ ട്രിഗ്നോമെട്രി പഠിപ്പിച്ചോളൂ. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താണെങ്കിലും വരും. ഓക്കെ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ അല്ലാതെ കണ്ടിന്യൂറ്റി ഇങ്ങനത്തെ പീസ് വൈസ് ഫംഗ്ഷൻ വരും. ഓക്കെ, ഒരു പീസ് വൈസ് ഫംഗ്ഷൻ വരും. അപ്പോൾ നിങ്ങൾ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് വെച്ച് കണ്ടുപിടിക്കണം. ഓക്കെ, അത് കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു ഫോർമുല ഉണ്ട്, എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ഡിവൈഡ് ബൈ എക്സ് മൈനസ് എ. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ. ഇതെന്താണെങ്കിലും വരും. ഇതിന് ചിലപ്പോൾ ഡബിൾ ഫോർമുല വരും, ഇതല്ലാണ്ട് വരും. പിന്നെ എൻ എ റേസ് ടു എൻ മൈനസ് 1. ഓക്കെ, ഇനി ഇതല്ലാണ്ട് ഒരു 3 റിസൾട്ടും കൂടി എപ്പോഴും നിങ്ങൾക്ക് ഇതൊരു ക്വസ്റ്റ്യൻ, കണ്ടിന്യൂറ്റി ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ഫസ്റ്റ് പ്രിൻസിപ്പിൾ, അത് പഠിച്ചു നോക്കുക. ഡിഫറൻസിയേഷൻ പഠിക്കണുണ്ടോ. പിന്നെ നോക്കിയാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, സൈൻ എക്സ് ബൈ എക്സ്. ഓക്കെ, ലിമിറ്റ് എക്സ് ടെൻസ് ടു 0. ഇവിടെ സൈൻ എ എക്സ് ബൈ എ എക്സ് ഉണ്ടാവും, ഇൻറ്റു ബി ഒക്കെ ഉണ്ടാവും. അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ ഒന്ന് പഠിച്ചു പോവുക. ഓക്കെ, ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 40 മാർക്കിന് ഷുവർ ക്വസ്റ്റ്യൻസ് ആയിടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എവിടെ നിന്ന് നാളെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുമ്പോൾ പേടിയാവും. ഇപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഒന്നും പേടിയാവില്ല. നിങ്ങൾക്ക് ഇന്ന് പഠിക്കാമല്ലോ എന്നുള്ള സമാധാനം ഉണ്ടാവും. അപ്പോൾ ഇന്ന് പഠിക്കുക, നമ്മൾ ഫുൾ മാർക്ക് മേടിക്കും, ഉറപ്പിച്ചോ. പിന്നെ നോട്ട്സിന് വേണ്ടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് വളരെ യൂസ്ഫുൾ നോട്ട്സ് ആട്ടോ, ഭയങ്കര ബ്യൂട്ടിഫുൾ നോട്ട്സാണ്, ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. മെഗാമിക്സും കുറച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നോട്ട്സിന് വേണ്ടി എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇന്ന് വൈകുന്നേരം 7 o'clock നമുക്ക് കാണാം. ഫുൾ പഠിക്കാം, ഫുൾ ക്വസ്റ്റ്യൻസ് 50 ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കും. അത് പഠിച്ച് നിങ്ങൾ നാളത്തെ എക്സാം തകർക്കും. ഓക്കെ, സീ യു ടു നൈറ്റ്.